എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹീറ്റ് ആൻഡ് ഗാർഡൻ സെൻറ്ററിലാണ്. ഇവിടെ വെറൈറ്റീസ് ഓഫ് നമ്മുടെ ചെടികളും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. റീസണബിളി കോസ്റ്റും കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് തോന്നിയേക്കുന്നത്. ചുമ്മാ 2 ഐറ്റം എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. ട്രോളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൊണ്ട് നമുക്ക് വീട്ടിൽ ഫിക്സ് ചെയ്ത് വെക്കേണ്ടി വരും. പക്ഷേ ഇവിടുത്തെ കളക്ഷൻസ് ആണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ റേറ്റ് നമുക്ക് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടാണ് തോന്നിയേക്കുന്നത്. എല്ലാം കൂടി നമ്മളിപ്പം കവർ ചെയ്യുന്നില്ല. കുറച്ചൊക്കെ ഐറ്റംസാണ് നമ്മൾ കവർ ചെയ്യാൻ നോക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഫിലാഡെൽഫസ് വിർജീനൽ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ മുല്ലപ്പൂവിന് സമാനമായിട്ടുള്ളതാണ്. നല്ല മണമാണ് ഈ സാധനത്തിന്. പക്ഷേ കമ്പാരിറ്റീവ്ലി റേറ്റ് ഇതിനെ കാണിക്കുന്നത് എറൗണ്ട് കാണുന്നില്ല. റേറ്റ് കാണുന്നില്ല ഞാൻ എവിടെയും. പക്ഷെ നല്ല മണമാണ് ഈ പൂവിന്. പക്ഷെ നമ്മുടെ മുല്ലയങ്കായ നല്ല വലിയ സൈസാണിത്. കാര്യം ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് മുല്ലപ്പൂവുകൾ കാണാൻ പറ്റിയായിരുന്നു. ഇത് വേറെ ഇതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാ ഇൻസ്ട്രക്ഷൻസ് ഇവർ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ നമ്മൾ ഇത് ചെയ്യണം, ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാൻ പറ്റുമോ, ഇതിൻ്റെ സീസൺ എപ്പോഴാണ്. സോ ഇതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജൂൺ ജൂലൈ ആണ് ഇത് ഫ്ലവർ വരുന്ന കാലഘട്ടങ്ങളിൽ. ബാക്കിയുള്ള സമയങ്ങളിലൊന്നും വരത്തില്ല. ആൻഡ് ഇതിൻ്റെ ഹൈറ്റ് 2 മുതൽ 2.5 മീറ്റർ വരെ ഏകദേശം ഹൈറ്റ് വരും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ്. ഇതേപോലെ തന്നെ പല ടൈപ്പിലുള്ള ചെടികൾ ഇവിടെ എല്ലാം ഇരിപ്പുണ്ട്. ഇത് ഞങ്ങളൊരു ലാസ്റ്റ് സെക്ഷനിൽ വന്നപ്പോഴാണ് വീഡിയോ എടുത്തത്. അതുകൂടാതെ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഇത് നമ്മുടെ മുളയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് ആപ്പിൾ ട്രീയുടെ സെക്ഷനാണ്. സോ ഈ നല്ല ഹെൽത്തി ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതൊരു ജോണ ഗോൾഡ് എന്ന് പറയുന്ന ആപ്പിളിൻ്റെ ഒരു വെറൈറ്റീസ് ആയിട്ടാണ് കാണുന്നത്. ഇതൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ഏകദേശം കാണിക്കുന്നത് 29.99, എന്ന് വെച്ചാൽ 30 പൗണ്ടാണ് ഏകദേശം. പക്ഷേ ഇതെടുത്താലും ഇത് കൊണ്ടുപോകുന്ന കാര്യമാണ് ഞാൻ ഇത്രയും ഹൈറ്റ് ഉള്ളത് കാരണം. അറൗണ്ട് 6 ഫീറ്റിന് മേളിൽ ഹൈറ്റ് ഇപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇപ്പോൾ റേറ്റ് ഇച്ചിരിയും കൂടി കുറയുന്നുണ്ട്. അതിലും കുറച്ചും കൂടി ഹൈറ്റ് കുറവാണ്. ഇതിന് 19.99 ആണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനും നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ഓരോ സീസണൽ ടൈം ഏതാണ്, എല്ലാത്തിനെയും പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ആർബറ്റസ് ഉൻറ്റോ അറ്റ്ലാന്റിക്ക. എന്തൊക്കെ പേരാണെന്ന് എനിക്ക് പോലും വലിയ പിടുത്തമില്ല. ഇതിൽ തന്നെ ഇവരും അത് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോബെറി പോലത്തെ ഒരു ഫ്രൂട്ട് ഇതിനുണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മുടെ ഒരു ചാമ്പക്കയുടെ മോഡലിലാണ്. അതിൻ്റെ കുറേ ചെടികളുണ്ടായിരുന്നു. ാണ് ഹൈഡ്രാജീനിയസ്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ സമ്മറിലും വിൻ്ററിലും എല്ലാം നല്ലപോലെ കാണുന്നതാണ്. ഏകദേശം ഒരുവിധം എല്ലാ ഇംഗ്ലീഷ് വീടുകളിലും ഈ ഒരു ടൈപ്പ് ഫ്ലവർ അവരുടെ ഫ്രണ്ടിൽ കാണാവുന്നതാണ്. ഇതെപ്പോഴും ബ്ലോം ചെയ്ത് നിൽക്കുന്നതാണ്. ഇതിലൊരു പർട്ടിക്കുലർ ടൈം അങ്ങനെയൊന്നുമില്ല. ഇതൊരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് ആയിട്ട് നിൽക്കുന്നതാണ്. പക്ഷേ കോസ്റ്റ്ലിയാണ് ഇച്ചിരി. ഇപ്പം ഇതിന് തന്നെ കാണിക്കുന്നത് 23.99 ആണ് ഏകദേശം ഇതിൻ്റെ പ്രൈസ്. ഇത് നല്ലൊരു ഗാർഡൻ സെൻറ്റർ തന്നെയാണ്. ഇവിടെ നമുക്ക് ചെടികൾ മാത്രമല്ല, ഇവിടെ ഒരു കോഫി ഷോപ്പുണ്ട്, ഗിഫ്റ്റ് ഷോപ്പുണ്ട്, അങ്ങനെ പലതരം ഐറ്റംസും ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ കമ്പാരിറ്റീവ്ലി പ്രൈസ് വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. സോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അവിടെ ഒരു പോണ്ടുണ്ട്, അതിനകത്ത് മീനെ നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അങ്ങോട്ട് ആക്സസ് കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അതിലേ കയറാമെന്ന് തോന്നുന്നല്ലോ അല്ലേ. ആ പോണ്ടിനകത്ത് കുറച്ച് ഗോൾഡ് ഫിഷും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട്. ഇത് മൊത്തം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ വെറൈറ്റിയാണ്. എസ്പെഷ്യലി ഇത് സമ്മർ ടൈമിലാണ് നല്ലപോലെ. വിൻ്റർ ടൈം ആകുമ്പോൾ മൊത്തത്തിൽ പോകുന്നതാണ്. സമ്മറും വിൻ്ററും കൂടി മിക്സ് ചെയ്തുള്ള എടുക്കുന്നതാണ് ഇത് രണ്ടും. പറഞ്ഞതുപോലെ തന്നെയാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ടൊരു ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ പേയ്മെൻറ്റ് ചെയ്യുന്നത്. കോഫി ഷോപ്പ് കാണുന്നത് ആ സൈഡിലാണ്. അങ്ങനെ 2 ഐറ്റം മേടിക്കാൻ വന്നിട്ട് ഒരു ട്രോളി നിറയെ സാധനമായിട്ട് പോകേണ്ട അവസ്ഥയാണ്. കഴിഞ്ഞു. ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. ഓക്കെ, സീ യു നെക്സ്റ്റ്.
ചേട്ടൻ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഡോറ് തുറക്കിക്കൊണ്ടിരിക്കുക അല്ലപ്പാ അച്ഛാ അച്ഛ വെയിറ്റ് എങ്ങനെയുണ്ട്? വെയിറ്റ് ആ മണ്ണിൻ്റെ മണ്ണിന് വെയിറ്റ് അതൊന്നും വലിയ കാര്യമില്ല. സേഫായിട്ട് അങ്ങ് എത്തിക്കുക, അതാണ് ടാസ്ക്. അപ്പം നമ്മുടെ ബാക്കിൽ കാണുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ്. കയറി ചെല്ലുന്നിടത്ത് തന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാണാവുന്നതാണ്. അവിടെ ഓൾമോസ്റ്റ് ലൈക്ക് ഇത് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, ഫുൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ഒരു കോഫിയുടെ ഇതുണ്ട്, ഇറ്റാലിയൻ കോഫി ഇവിടെ അവൈലബിൾ ആണ്. 2 pounds ആണ് ചാർജ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പെഷ്യൽ ലഞ്ച് ഓഫറും കൂടി ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നല്ലൊരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ നല്ല കളക്ഷനും ഉണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. സോ വന്നു കഴിഞ്ഞാൽ ഭാഗത്ത് തന്നെയാണ്. സോ ഇതുപോലുള്ള പുതിയ വീഡിയോ ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.